Dear students, now I wish to discuss a few more parts of fourth module. Different types of wing walls used for bridges. ബ്രിഡ്ജസിന് യൂസ് ചെയ്യുന്ന വിങ് വാളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിങ് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ ടോപ്പ് വ്യൂ ആണെങ്കിൽ ഏറ്റവും അബട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, എർത്തിനൊക്കെ റീറ്റെയിൻ ചെയ്യുന്നത് ആണ് വിങ് വാൾ. സ്ട്രൈറ്റ് വിങ് വാൾ ദേ ആർ യൂസ്ഡ് ഫോർ സ്മാൾ ബ്രിഡ്ജസ് ഓൺ ഡ്രെയിൻസ് വിത്ത് ലോ ബാങ്ക്സ്. ചെറിയ തീരങ്ങളുള്ള സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ് സ്ട്രൈറ്റ് വിങ് വാൾസ്. സ്മാൾ ബ്രിഡ്ജസിന് ദേ ആർ യൂസ്ഡ് ഫോർ സ്മാൾ ബ്രിഡ്ജസ് ഓൺ ട്രെയിൻസ് വിത്ത് ലോ ബാങ്ക്സ്. ചെറിയ തീരങ്ങളുള്ള ഇതിന് സ്മാൾ ബ്രിഡ്ജസ് യൂസ് ചെയ്യുന്നതാണ്. ഫോർ റെയിൽവേ ബ്രിഡ്ജസ് ഇൻ സിറ്റീസ് വി പോൾസ് ആർ യൂസ്ഡ്. സിറ്റീസിലുള്ള റെയിൽവേ ഹോൾ ഇതിന് വി പോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്പ്ലൈഡ് വിങ് വാൾ they are used for bridges across a റിവറിന് ക്രോസിലുള്ള ഇതിനാണ് യൂസ് ചെയ്യുന്നത്. മുകളിലത്തെ സ്ട്രൈറ്റ് വിങ് വാൾ യൂസ്ഡ് ഫോർ സ്മാൾ ബ്രിഡ്ജസ് ആണ്, ട്രെയിൻസ് വിത്ത് ലോ ബാങ്ക്സ്, ചെറിയ തീരങ്ങളുള്ളതിനാണ്. സ്പ്ലൈഡ് വിങ് വാൾസ് പറഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റേ ഇതിലൊക്കെ പഠിച്ചില്ലേ, ക്വാളിറ്റി സർവേ ടൂലൊക്കെ ഇത് ചെയ്തപ്പോൾ നമ്മൾ കൾവേർട്ട് ചെയ്തപ്പോൾ, പൈപ്പ് കൾവേർട്ടും സ്ലാബ് കൾവേർട്ട് ചെയ്തപ്പോൾ വിങ് വാൾ കണ്ടല്ലോ, അങ്ങനത്തെ സ്പ്ലേ ചെയ്ത വലിയ വിങ് വാൾ അല്ലെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ ഇപ്പോൾ ഈ ടോപ്പ് വ്യൂലുണ്ട്. ഈ ടോപ്പ് വ്യൂല് കാണിക്കുന്ന ഇത് റിവറിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതാ ഈ സാധനം, ഇത് ഈ വിങ് വാൾ റിവറിൽ യൂസ് ചെയ്യുന്നത്, ഇതാണ് വിങ് വാൾ. They provide smooth entry and exit of the water. വാട്ടർ ഇപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ സ്മൂത്ത് എൻട്രി എക്സിറ്റ് പോസിബിൾ ആക്കുന്ന അതാണ്. ദ സപ്ലൈ യൂഷ്വലി 45 ഡിഗ്രി, ഒരു 45 ഡിഗ്രിയിലുള്ള എൻട്രി ഇതിലേക്ക് കിട്ടും. സ്പ്ലേ ചെയ്ത് ചെരിഞ്ഞിക്കല് 45 ഡിഗ്രി ആംഗിളിലാണ്. ദ ടോപ്പ് വിഡ്ത്ത് ഈസ് 0.5 മീറ്റർ, 1/2 മീറ്ററോളം അതിന് ടോപ്പ് വിഡ്ത്ത് വീതിയുണ്ട്. ഫേസ് വെട്ടർ 1:12 ആൻഡ് ബാക്ക് 1:6. സ്ലോപ്പ് 1:12 ബാക്ക്, ഫ്രണ്ടിൽ 1:12 ബാക്കിൽ അതിൻ്റെ സ്ലോപ്പ് 1:6 ആണ്. അതിനകത്തും ഈ പറഞ്ഞ പോലെ വി പോൾസ് ഉണ്ടാവും, കാരണം ആ സോയിലൊക്കെ ഉള്ള വെള്ളം ഡ്രെയിൻ ചെയ്യാൻ. വി പോൾസ് പറഞ്ഞാൽ ഈ സ്ലാബിനകത്തൊക്കെ ചില ഈ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ മതിലൊക്കെ കണ്ടില്ല ഞങ്ങൾ, ഒരു ഹോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വെള്ളം ഡ്രെയിൻ ചെയ്യാനുള്ള, അതാണ് വി പോൾസ്. ഇനി റിട്ടേൺ വിങ് വാൾ ദേ ആർ യൂസ്ഡ് വേർ ദി ബാങ്ക്സ് ആർ ഹൈ, വലിയ തീരത്ത് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഹാർഡ് ഓർ ഫേം ആയിട്ടുള്ള ഹാർഡായുള്ള തീരങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് റിട്ടേൺ വിങ് വാൾ. ടോപ്പ് വിഡ്ത്ത് ഈസ് 1.5 മീറ്റർ, 1.5 മീറ്റർ വീതി ഉണ്ട് അതിൻ്റെ ടോപ്പ് വിഡ്ത്ത്. ആൻഡ് ഫേസ് ഈസ് വെർട്ടിക്കലാണ് ഫേസ് 1:6. ഇതിൻ്റെ സ്ലോപ്പ് 1:4 ആണ്. വെർട്ടിക്കൽ ഫേസിൻ്റെ സ്ലോപ്പ് 1:4. ഇനി നമ്മൾ ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ഇതിങ്ങനെ സൂപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ അബട്ട്മെൻറ്റ് ഉണ്ടാവും, ഇവിടെ അബട്ട്മെൻറ്റിനോട് പയർ ഉണ്ടാവില്ല, 2 പയർ. ഇവിടെ അങ്ങനെ ഫൗണ്ടേഷൻ കണ്ടില്ല, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. Foundation is provided to transmit the load from the pier or abutment and wing walls and evenly distributed the load on the stratas. പയർ, അബട്ട്മെൻറ്റ്, അതുപോലെ വിങ് വാൾ എന്നൊക്കെയുള്ള ലോഡ് ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റാക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ ലോഡ് ഗ്രൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് ചെയ്യാനുള്ളതാണ് എന്ത് നമ്മുടെ ഫൗണ്ടേഷൻ. ടൈപ്സ് ഓഫ് ബ്രിഡ്ജ് ഫൗണ്ടേഷൻ. ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷൻ്റെ ടൈപ്പാണ് ഷാലോ ഫൗണ്ടേഷൻ ഉണ്ട്, അതുപോലെ രണ്ടാമത്തെ ബ്ലോക്ക് ഫൗണ്ടേഷൻ ഉണ്ട്.
ഷേല ഫൗണ്ടേഷൻ്റെ ഓപ്പൺ ഫൗണ്ടേഷൻ ആണ് ഒന്നാമത്തെ. അതിനകത്ത് പൈപ്പ് ആൻഡ് ബോക്സ് കൾവേർട്ട് ക്യാൻ ബി ലെയ്ഡ് ആഫ്റ്റർ റിമൂവിങ് അബൌട്ട് 0.3D to 0.5 at of topsoil in bed and replacing it with well-rammed muram or laying a lean concrete bedding after the base is leveled and well consolidated by ramming or rolling. ഓപ്പൺ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ box culvert can be laid after removing about 0.3D. D എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണ്. to 0.5D of soil in bed and replacing it with well rammed മൂറം. അവിടെ മൂറം എന്ന് പറഞ്ഞാൽ മണ്ണ്, ഒരു ടൈപ്പ് മണ്ണാണ്. അത് വെച്ചിട്ട് റാം ചെയ്തിട്ടുള്ള അടിച്ചിട്ടുള്ള ഒരു ലൈൻ, അങ്ങനെ നമ്മൾ ഇടിമുട്ടി വേണ്ടി ഇടിച്ചിട്ട് അങ്ങനെയുള്ള പരിപാടി എടുത്തിട്ടുള്ള അങ്ങനെയുള്ള റാം ചെയ്തിട്ടുള്ള ഒരു ലൈങ് ലീൻ കോൺക്രീറ്റ് ബെഡിങ്. നമ്മൾ ചെറിയൊരു കോൺക്രീറ്റ് കൊണ്ടൊരു ലെയർ ഉണ്ടാക്കി കൊടുക്കില്ല, അത് ഉണ്ടാക്കിയിട്ട് ആണ് 0.3Dയിൽ ആഫ്റ്റർ റിമൂവിങ് 0.3D റിമൂവ് ചെയ്തിട്ട് 0.3D പറഞ്ഞാൽ 0.3 ഡയമീറ്റർ. അതിലാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. ലീൻ കോൺക്രീറ്റ് ബെഡിങ് ആഫ്റ്റർ ദി ബേസ് ഈസ് ലെവൽഡ് ആൻഡ് വെൻ കൺസോളിഡേറ്റഡ് ബൈ റാമിങ് ഓർ റോളിങ്. റാമിങ്ങും റോളിങ്ങും ചെയ്തിട്ട് അത് വെൽ കൺസോളിഡേറ്റ് ചെയ്യും. ഓപ്പൺ ഫൗണ്ടേഷൻ ഇൻ മൈനർ ബ്രിഡ്ജസ് വിൽ ബി ഇൻ ദി ഫൂട്ടിംഗ് ഫോം. ഓപ്പൺ ഫൗണ്ടേഷൻ ഇൻ മൈനർ ബ്രിഡ്ജസിൽ വിൽ ബി ഇൻ ദി ഫൂട്ടിംഗ് ഫോമിലായിരിക്കും ഓപ്പൺ ഫൗണ്ടേഷൻ ഇൻ മൈനർ ബ്രിഡ്ജസ്. ഈ ബ്ലോക്ക് ഫൗണ്ടേഷൻ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഷാലോ ഫൗണ്ടേഷൻ. ഇത് ഒരു ടൈപ്പ് ഷാലോ ഫൗണ്ടേഷനാണ്. ആദ്യത്തെ നമ്മൾ പഠിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഷാലോ ഫൗണ്ടേഷനാണ്. അടുത്ത് ഡീപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്. ഇത് രണ്ടാമത്തെ ടൈപ്പ് ഷാലോ ഫൗണ്ടേഷനാണ്, യൂസ്ഡ് ഫോർ സ്മാൾ ബ്രിഡ്ജസ്, ചെറിയ ബ്രിഡ്ജസ് ഇൻ ലൊക്കേഷൻ വേർ ദർ ഈസ് എ ഗുഡ് ഫൗണ്ടേഷൻ സ്ട്രാറ്റ അറ്റ് ഷാലോ ഡെപ്ത്. നല്ല ഉറപ്പുള്ള മണ്ണുള്ള സ്ഥലത്ത്, ഷാലോ ഡെപ്ത് ചെറിയ ഡെപ്തിൽ നല്ല ഉറപ്പുള്ള മണ്ണുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ബ്ലോക്ക് ഫൗണ്ടേഷൻ. ബട്ട് ഇറ്റ് ഈസ് ഓവർ ലൈൻഡ് ബൈ വെരി സോഫ്റ്റ് ലെയർ ഓഫ് സോയിൽ ആൻഡ് ഹൈ വാട്ടർ ടേബിൾ മേക്കിംഗ് ഓപ്പൺ എക്സ്കവേഷൻ ഡിഫിക്കൽട്ട് ഡ്യൂ ടു സ്മാൾ ക്വാണ്ടം ഓഫ് വർക്ക്. ബട്ട് ഇറ്റ് ഈസ് ഓവർലൈൻഡ് ബൈ വെരി സോഫ്റ്റ് ലെയർ. പക്ഷേങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു സോഫ്റ്റ് ലെയർ സോയിൽ ഉണ്ടാവും. അടിയിൽ സ്ട്രാറ്റ ഭയങ്കര സ്ട്രോങ് ആണ്, അതിൻ്റെ മുകളിൽ അത് ആ ഭൂപ്രകൃതിനെ കുറിച്ച് പറയുകയാണ്. ആൻഡ് ഹൈ വാട്ടർ ടേബിൾ, നല്ല വെള്ളം ഉണ്ടാവും മുകളിൽ, പോരാത്തതിന് സോയിലും ഉണ്ടാവും. അതിൻ്റെ അടിയിൽ ഹൈ സ്ട്രാറ്റ ഉണ്ടാവും. ഓപ്പൺ എക്സ്കവേഷൻ ഡിഫിക്കൽട്ട്, അതുകൊണ്ട് ഓപ്പൺ എക്സ്കവേഷൻ ഡിഫിക്കൽട്ട് ആണ് ഡ്യൂ ടു സ്മാൾ ക്വാണ്ടം ഓഫ് വർക്ക്. അതുകൊണ്ട് ഇങ്ങനത്തെ ബ്ലോക്ക് ഫൗണ്ടേഷനാണ് അവിടെ പ്രിഫർ ചെയ്യുക. ഇനി അടുത്ത് വരുന്നത് ഡീപ്പ് ഫൗണ്ടേഷൻ. എന്താണ് ഡീപ്പ് ഫൗണ്ടേഷൻ? അതിൽപ്പെട്ടതാണ് പൈൽ ഫൗണ്ടേഷൻ. ഞാൻ ഇന്നലെ കൊച്ചി മെട്രോൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതിന് കാര്യമാണിത്. കൊച്ചി മെട്രോ മുകളിൽ കാണുന്നതിൻ്റെ അധിക സാധനം അതിൻ്റെ റോഡ് സർഫസിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. 6 പൈലൊക്കെ ഒരു പോളിൻ്റെ അടി കിടക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു പൈൽ ക്യാപ്പ് വരും. അതിൻ്റെ നടുവിലൊക്കെ ആയിട്ടാണ് നമ്മളെ പോൾ പുറത്തേക്ക് കാണുന്നത്. അതിൻ്റെ പുറത്ത് തന്നെ ഗാർഡുണ്ട്. ഗാർഡിൻ്റെ പുറത്ത് പയർ ക്യാപ്പ് ഉണ്ട്. പയർ ക്യാപ്പിൻ്റെ പുറത്ത് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ബ്രിഡ്ജ് എന്ന് പറയുന്നത് സ്ലാബ് ട്രെയിൻ പോള, അതിൻ്റെ മുകളിലാണ് ആ റെയിൽ വരുന്നത്. അപ്പോൾ പൈൽ ഫൗണ്ടേഷൻ, ഇതാണ് പൈൽ കാണുന്നത്. RCC പൈൽസ് ബോത്ത് പ്രീകാസ്റ്റ് ആൻഡ് കാസ്റ്റ് ഇൻ സിറ്റു. പ്രീകാസ്റ്റ് പറഞ്ഞാൽ മുമ്പേ കാസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന പൈലുണ്ടാവില്ല, കാസ്റ്റ് ഇൻ സിറ്റൂസ് നമ്മുടെ സൈറ്റിൽ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് കൊച്ചി മെട്രോൻ്റെ എല്ലാ എണ്ണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫുള്ള് കാസ്റ്റ് ഇൻ സിറ്റു ആയിരുന്നു. പൈലിങ് നടക്കും. ഹൈവേൻ്റെ നടുവിലൂടെ ഇതും മറച്ച് വെച്ചിട്ടുണ്ടാവും. മുമ്പ് അവിടെ 2015-ലും 2016-ലും 2017-ലും 2018-ലും ആയിക്കൂടെ പോയവർക്ക് മനസ്സിലാവും. ഇവിടെ ഹൈവേൻ്റെ നടുവ് കൂടെ മറച്ച് വെച്ചിട്ടായിരുന്നു വർക്ക് നടന്നത്. 24 hours വർക്കായിരുന്നു. പൈലിങ്ങും എല്ലാം നടക്കും.
അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് RCC പൈൽസ് ബോർ പ്രീ കാസ്റ്റും ഉണ്ട്, കാസ്റ്റിംഗ് സൈറ്റിൽ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പുറം പ്ലാന്റിൽ നിന്ന് കാസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എല്ലാം ലാർജർ ഡയമീറ്റർ ബോർഡ് പൈൽസ് ബിലോ ബെഡ് ലെവൽ ആർ ബിക്കമിങ് പോപ്പുലർ. ലാർജർ ഡയമീറ്റർ ബോർഡ് പൈപ്സ് ബിലോ ബെഡ് ലെവൽ ആർ ബിക്കമിങ് പോപ്പുലർ. അതാണ് പോപ്പുലർ, ഫേമസ്. മിനിമം ഡയമീറ്റർ ഓഫ് 1200 mm എന്ന് പറഞ്ഞാൽ 1.2 മീറ്റർ ഫോർ റിവർ ബ്രിഡ്ജ് ആൻഡ് 0.75 മീറ്റർ ഫോർ 75 മീറ്റർ ഫോർ അതേഴ്സ് ഈസ് പ്രിഫേർഡ്. റിവറിലാണെങ്കിൽ 1.2 മീറ്ററും 0.75 മീറ്ററാണ് അതറിൽ പ്രിഫർ ചെയ്യുന്നത്. ചീപ്പ് ആൻഡ് ക്വിക്ക് ഇൻ കൺസ്ട്രക്ഷൻ, വളരെ ക്വിക്കാണ്, കാരണം അതൊക്കെ മെഷീൻ കൊണ്ട് ചെയ്യുന്നതാണ്, അല്ല മാനുവലായി ചെയ്യുന്നതല്ല. ടിമ്പർ പൈൽസ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ റെയിൽവേസ് ഇൻ കേസ് ഓഫ് ടെമ്പററി ബ്രിഡ്ജസ്. റെയിൽവേൻ്റെ ടെമ്പററി ബ്രിഡ്ജസിൽ ടിമ്പറും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചില റെയിൽവേ സ്റ്റേഷനിലൊക്കെ എപ്പോഴും കാണുന്നുണ്ടാവും മരത്തിൻ്റെ സ്ലീപ്പർ, അതുണ്ടല്ലോ, കോൺക്രീറ്റിൻ്റെ സ്ലീപ്പർ. ചില സ്ഥലത്തൊക്കെ മരത്തിൻ്റെ തേക്കിൻ്റെ ഒക്കെ. അപ്പോൾ ശ്രദ്ധിക്കാം, മരമൊക്കെ നല്ല ഉറപ്പുള്ളത് തന്നെയാണ്, മുമ്പ് യൂസ് ചെയ്തതാണ്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ടെർമൈറ്റ് ചെതൽ വരും. അപ്പോൾ മരത്തിൻ്റെ പൈൽസ് യൂസ് ചെയ്തിരുന്നു ഫോർ ടെമ്പററി ബ്രിഡ്ജസ് ഇൻ റെയിൽവേസ്. Timber piles have been used in railways in case of temporary bridges. Timber piles are not familiar. ഇപ്പം അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇതിവിടെ ഒരു ഫിഗർ പറഞ്ഞു, ടിമ്പർ ബീമാണ്, ബ്രേസിങ് ഉണ്ട്, അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്താണ്. ബ്രേസിങ് ഒരു മെറ്റൽ കേജ് ഒക്കെ ഉള്ളതാണ്. ഇതാണ് നമ്മൾ ഇത് സ്ക്വയർ ടിമ്പർ പൈൽസ് അടിച്ച് താത്തിക്കുക. അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ ബ്രിഡ്ജ് വരും, ടിമ്പർ ബീം വരും. ഇനി വരുന്നതാണ് വെൽ ഫൗണ്ടേഷൻ. Well foundations are constructed on dry ground. ഡ്രൈ ഗ്രൗണ്ടിലാണ് വെൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. suitable form and then sunk into the ground. പിന്നെ അത് ഗ്രൗണ്ടിലേക്ക് ഇറക്കും. ടു ദി ഡിസൈറബിൾ ലെവൽ ബൈ ഗ്രാബിങ് സോയിൽ എടുത്തിട്ട് അത് റെഡിമെയ്ഡ് ആദ്യം വെൽ ഫൗണ്ടേഷനായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡ്രൈ ഗ്രൗണ്ടിൽ അത് പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് ട്രെയിനൊക്കെ യൂസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് ഇറക്കും, മണ്ണ് നീക്കിയിട്ട്. ഡിസൈറബിൾ ലെവൽ ബൈ ഗ്രാബിങ് ദ സോയിൽ ത്രൂ ഡ്രഡ്ജ് ഹോൾസ് പ്രൊവൈഡഡ് സറൗണ്ടഡ് ബൈ ദി സോളിഡ് മാസൻട്രി. ആദ്യം ഇത് മണ്ണ് കളച്ചിട്ട് ഒരു മാസൻട്രി കൊണ്ട് ഒരു പടവൊക്കെ ഉണ്ടാക്കി, ഒരു പടവൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ഇത് ഇറക്കി വെക്കുക. പയർ ക്യാപ്പ് ഉണ്ട് അല്ലേ, പയറുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം തന്നെ. പയർ ക്യാപ്പ് ഉണ്ട്, പയറുണ്ട്, വെൽ ക്യാപ്പ് ഉണ്ട്, വെൽ സ്റ്റെയിനിങ്, അതിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് വെൽ സ്റ്റെയിനിങ്. ടോപ്പ് പ്ലഗ് ഉണ്ട്, വെൽ സ്റ്റെയിനിങ്, ബോൺ റോഡ് ഉണ്ട്, ബോട്ടം പ്ലഗ് ഉണ്ട്, വെൽ കർബ് ഉണ്ട്, കട്ടിങ് എഡ്ജ് ഉണ്ട്. അങ്ങനെയുള്ള ഇതിൽ ഒരു പടവിൻ്റെ ഉള്ളിലേക്ക് ഇതങ്ങനെ ഇറക്കി വെക്കും. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ബ്രിഡ്ജ് വരിക, പയർ ക്യാപ്പിൻ്റെ മുകളിൽ. അപ്പോൾ ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രാവശ്യം കൂടി പറയാം, വെൽ ഫൗണ്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡീപ്പ് ഫൗണ്ടേഷനിൽ പെട്ടാണ്. അതിന് മുമ്പ് ഡീപ്പ് ഫൗണ്ടേഷനിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ഡിസ്കസ് ചെയ്തു. വെൽ ഫൗണ്ടേഷൻസ് ആർ കൺസ്ട്രക്റ്റഡ് ഓൺ ഡ്രൈ ഗ്രൗണ്ട് ഇൻ സ്യൂട്ടബിൾ ഫോം ആൻഡ് then sunk into the ground to ഡിസൈറബിൾ ലെവൽ ബൈ ഗ്രാബിങ് സോയിൽ. പിന്നെ സോയിൽ മാറ്റി ഇത് റെഡിമെയ്ഡായിട്ട് ഗ്രൗണ്ടിൻ്റെ സർഫസിൽ ഉണ്ടാക്കും. എന്നിട്ട് അത് ക്രെയിനൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു മണ്ണൊക്കെ മാറ്റിയിട്ടുള്ള സ്ഥലത്തേക്ക് ഇറക്കും.
പക്ഷേ മണ്ണ് മാറ്റിയ ഭാഗം ഈ മാസൺറി പടാക ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഡ്രെഡ്ജ് ഹോൾസ് പ്രൊവൈഡ് സറൗണ്ടഡ് ബൈ ദി സോളിഡ് മാസൺറി കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇറ്റ് ക്യാൻ ക്യാരി ഹെവി ലോഡ്സ്. ഇത് ഹെവി ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനകത്ത് കോൺക്രീറ്റാണ് ഉണ്ടാവുക. ഹെവി ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. ആൻഡ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, ഇങ്ങനെ വരുന്ന ലോഡില്ലേ, ഇപ്പോൾ അത് പാലാണെങ്കിൽ ഇങ്ങനെ വരുന്ന ത്രസ്റ്റ് ഉണ്ടാവില്ലേ, ഇങ്ങനെ വരുന്ന ത്രസ്റ്റ് അതും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മൂവിങ് ലോഡ്സ് ആണ്. അപ്പോൾ ലോറിയൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഹൊറിസോണ്ടലുള്ള വെർട്ടിക്കൽ ലോഡും ഉണ്ടാവും, പിന്നെ ടയർ നീങ്ങിക്കൊണ്ടുള്ള ഹൊറിസോണ്ടൽ ത്രസ്റ്റും ഉണ്ടാവും. അതും വിത്ത് സ്റ്റാൻഡ് ചെയ്യും. ആസ് എ ലാർജർ ക്രോസ് സെക്ഷണൽ ഏരിയ, വലിയ ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ട്. കാരണം അതൊക്കെ കോൺക്രീറ്റ് ആണ്, റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്രെയിനൊക്കെ യൂസ് ചെയ്ത് നല്ല ഇതിലേക്ക് ഇറക്കും. ഹെൻസ് ദി ടോട്ടൽ ഫൗണ്ടേഷൻ ബിയറിംഗ് കപ്പാസിറ്റി ഈസ് മച്ച് ലാർജർ ദാൻ പൈൽസ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഏരിയ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടല്ലോ, ബിയറിംഗ് കപ്പാസിറ്റി ഇത്തിരി കൂടുതലാണ്. പൈലെന്ന് പറഞ്ഞാൽ ഇത്തിരി തിന്നല്ലേ, തിന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇതിൻ്റെ ഏരിയ കൂടുതലാണ്, ലാർജർ ക്രോസ് സെക്ഷൻ ഏരിയ ദാൻ പൈൽസ്. അതുകൊണ്ട് ഇതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. വെൽ ക്യാൻ ബി ടേക്കൺ ത്രൂ സോയിൽ ഹാവിങ് ബൗൾഡേഴ്സ്. വെല്ലെടുക്കണം, നമ്മളൊരു വെല്ല് എടുത്തിട്ട് അതിലേക്കാണ് ഇറക്കി വെക്കേണ്ടത്. ത്രൂ സോയിൽ ഈ വുഡും ലോഗ്സും ബൗൾഡേഴ്സും അങ്ങനത്തെ കാര്യങ്ങളും മണ്ണിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. വിത്തൗട്ട് കോസിങ് ഡാമേജ് ടു സ്ട്രക്ചർ, നമ്മളെ ഈ സ്ട്രക്ചറിന് ഡാമേജ് വരുത്താൻ പറ്റുന്ന മണ്ണിൽ സ്ട്രക്ചറൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ശ്രദ്ധിച്ച് വേണം ഇറക്കി വെക്കാൻ. എക്സ്പ്ലെയിൻ ദ ടേം അഫ്ലക്സ് എന്നാണ് അടുത്തത്. അഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ദ സഡൻ റൈസ് ഓർ ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ ലെവൽ ഓൺ ദി അപ്സ്ട്രീം സൈഡ് ഓഫ് എ ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ താഴെ പെട്ടെന്നുണ്ടാകുന്ന വേലിയേറ്റം, വെള്ളത്തിൻ്റെ കൂടുതൽ വേലിയേറ്റം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, വെള്ളം കൂടുക ഓഫ് എ ബ്രിഡ്ജ് ഡ്യൂ ടു ദി ഒബ്സ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദി ബ്രിഡ്ജ് ടു ദി ഫ്ലോ. ബ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ വന്ന് അടഞ്ഞിട്ട് ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ വെള്ളത്തിൻ്റെ ലെവൽ കൂടുന്നതാണ് അഫ്ലക്സ് എന്ന് പറയുന്നത്. അത് എനിക്ക് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതാണ്. ദ സഡൻ റൈസ് ഓർ ഹെഡിങ് എന്താ വെച്ചാൽ ബ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ വന്ന് തടഞ്ഞു നിന്നിട്ടേ, തോട്ടിലൊക്കെ ചെറുതായിട്ടുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വന്ന് ഓട്ടോമാറ്റിക്കായി തടഞ്ഞു നിന്നിട്ട് അവിടെ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് കൂടുതൽ ലോഡ് വരാൻ കാരണമാവും. വെള്ളം ഒഴുകി പോയില്ലെങ്കിൽ ബ്രിഡ്ജിൽ കൂടുതൽ ലോഡ് വരും. അപ്പം നല്ല മഴ, നമുക്ക് പേമാരി മഹാപ്രളയമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ട്രെയിനും വേറെയുള്ളതൊക്കെ നിർത്തി വെച്ചിരുന്നല്ലോ. അത് ബ്രിഡ്ജിൽ നിന്ന് ലോഡ് ഒഴിവാനും വേണ്ടിയാണ്. കാരണം കുറേ കാര്യങ്ങളും കുറേ സാധനം വേസ്റ്റൊക്കെ വന്ന് അടിഞ്ഞിട്ട് ബ്രിഡ്ജിൽ കുറച്ച് ലോഡ് വരും. അതുകൊണ്ടുണ്ടാകുന്ന പെട്ടെന്നുള്ള റൈസ് ഓഫ് വാട്ടറാണ് അഫ്ലക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി വരുന്നത് ടണൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് വളരെ അടുത്തൊരു ചാപ്റ്ററാണ്, 4ാമത്തെ മൊഡ്യൂളിൽ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഇറ്റ് ക്യാൻ ക്യാരി ഫൗണ്ടേഷൻ ക്യാൻ ക്യാരി ഹെവി ലോഡ്സ്. അതുപോലെ ഹൊറിസോണ്ടൽ ത്രസ്റ്റും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ലാർജ് ക്രോസ് സെക്ഷൻ്റെ ഏരിയ ഉള്ളതുകൊണ്ട് ഭയങ്കര അധികം ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. അത് വെല്ല് ഫൗണ്ടേഷനിൽ വെക്കുമ്പോൾ ഈ വുഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിന് ഒബ്സ്ട്രക്ഷനായിട്ട് വരാൻ പാടില്ല. അഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the sudden rise or heading of water level on the upstream side of the bridge due to the obstruction caused by the bridge to the flow. ബ്രിഡ്ജിൽ എന്തെങ്കിലും വന്ന് അടിഞ്ഞ് അല്ലെങ്കിൽ ബ്രിഡ്ജ് കാരണം കൊണ്ട് ഒബ്സ്ട്രക്ഷൻ വന്നുകൊണ്ട് വെള്ളത്തിൻ്റെ ലെവൽ ആ സൈഡിൽ കൂടുന്ന, ഒഴുക്കിൻ്റെ ആദ്യത്തെ ഭാഗത്ത് കൂടുന്ന ഇതിൻ്റെ പേരാണ് അഫ്ലക്സ്. നമ്മൾ വെൽ ഫൗണ്ടേഷൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്ന പൈൽ ഫൗണ്ടേഷൻ ഒരു പ്രാവശ്യം പറയാം. RCC പൈൽസ് ബോത്ത് പ്രീകാസ്റ്റ് ആൻഡ് കാസ്റ്റ് ഇൻ സിറ്റു. ഈ പൈൽസ് പ്രീകാസ്റ്റും ഉണ്ട്, കാസ്റ്റ് ഇൻ സിറ്റു ഉണ്ട്. ആസ് വെൽ ആസ് ലാർജ് ഡയമീറ്റർ ബോൾഡ് പൈൽസ് ബിലോ ബെഡ് ലെവൽ ആർ ബിക്കമിങ് പോപ്പുലർ. നമ്മൾ കൊച്ചി മെട്രോയിലൊക്കെ അങ്ങനത്തെ യൂസ് ചെയ്ത് കാസ്റ്റ് ഇൻ സിറ്റു നല്ല ഡയമീറ്ററിൽ 1.2 ഒക്കെ ഡയമീറ്ററുള്ള കാര്യങ്ങൾ
അല്ലെങ്കിൽ 0.75 മീറ്ററൊക്കെ ഡയമീറ്ററുള്ള പൈൽസാണ് കൊച്ചി മെട്രോക്കൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. റിവറിലാണെങ്കിൽ 1.2 മീറ്ററും 0.75 ഫോർ അതർ ഇതിൽ പ്രിഫർ ചെയ്യുന്നത് 0.75 മീറ്റർ. ടിമ്പർ പൈൽസ് ഹാവ് ബീൻ യൂസ് ഇൻ റെയിൽവേസ്. കുറേ മുമ്പൊക്കെ റെയിൽവേസിൽ ടിമ്പർ പൈൽസ് യൂസ് ചെയ്യുന്നത്. ചീപ്പ് ആൻഡ് ക്വിക്ക് ഇൻ കൺസ്ട്രക്ഷൻ. ഇത് ചീപ്പാണ്, ക്വിക്ക് ഇൻ കൺസ്ട്രക്ഷനാണ്, വളരെയധികം സേഫ്റ്റി ഉണ്ട്. അധികം എണ്ണ കൊച്ചി മെട്രോൻ്റെ പുറത്ത് കാണുന്ന പില്ലറിനും അടിയിൽ 6 പൈൽസും ഒരു പൈൽ ക്യാപ്പൊക്കെ വരുന്നുണ്ടെന്ന് നിങ്ങൾ അതിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കുക. കാരണം ഞാൻ അതിൻ്റെ സൈറ്റ് വിസിറ്റ് നടത്തിയായിരുന്നു, ഇതിൻ്റെ കൊച്ചി മെട്രോ ഇൻറ്റേൺഷിപ്പ് ചെയ്തായിരുന്നു. അതുകൊണ്ട് എങ്ങനെ പറയുന്നത്, അങ്ങനെ കൊച്ചി മെട്രോയിൽ നിങ്ങൾ കാണുമ്പോൾ ആസ് എ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, ആസ് എ സിവിൽ എഞ്ചിനീയർ നിങ്ങൾ പാസ് ഔട്ട് ആവുമല്ലോ കുറച്ച് ദിവസം കൊണ്ട്. നിങ്ങൾ ആ മോള് കാണുന്ന മാത്രമല്ല, അതിൻ്റെ ഇരട്ടി കോൺക്രീറ്റും റീഇൻഫോഴ്സ്മെൻറ്റും സ്റ്റീലും ഒക്കെ ഭൂമിക്ക് അടിയിലും കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. That's all about today's presentation. Thank you. Stay safe, DS.